I would like to extend a heartfelt welcome to you all. ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നാക്കണ വാഴാനി ഡാമിക്കാണ്. അപ്പോൾ ഇവിടെ കാണാൻ അധികം കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ, അത് അച്ഛൻ, ഇതാണ് എൻ്റെ മൂന്നാമത്തെ ചേച്ചി, ഇത് രണ്ടാമത്തെ ചേച്ചി, ഇത് ഒന്നാമത്തെ ചേച്ചി. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മമ്മ, അത് മാമൻ ഫ്രണ്ടിലാണ് പോണത്. അപ്പോൾ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. ഈ ഡാം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് തോന്നുന്നു, ഇതൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി. ഇത് നമ്മുടെ നിറച്ചാർത്ത് പണിത എന്തോ ഒരു സ്റ്റേജാണ് തോന്നുന്നു, നിറച്ചാർത്ത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾക്ക് ഇവിടെ വലിയ വലിയ മരങ്ങളൊക്കെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, നിറച്ചാർത്ത്. കണ്ടോ നിറച്ചാർത്ത്? നമുക്ക് ഇങ്ങനെ മലയുടെ മേലേക്ക് കയറി പോയിട്ട് നമുക്കൊക്കെ പോവാം. അവിടെ നമ്മുടെ ഡാം. അപ്പോൾ ഡാം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഷട്ടറൊക്കെ ഉള്ളതാണ്. ഞാനിതൊരു ഷട്ടറൊന്നും കണ്ടിട്ടില്ല. ഞാനിത് അങ്ങോട്ട് ആദ്യമായിട്ടാണ് വന്നത്. നമുക്ക് വന്നാൽ തന്നെ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു വലിയൊരു കാടാണ്. ആ കാട്ടിൽ ആനകളൊക്കെ ഉണ്ടാവും, അപ്പോൾ മാനവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കുറേ പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. അവിടെ ഫുള്ള് മീനുണ്ടാവുന്ന സ്ഥലമാണ് എന്നൊക്കെ അച്ഛൻ പറഞ്ഞ്. അപ്പോൾ നമുക്ക് നടന്ന് നോക്കാം. അവിടെയൊക്കെ ഫുള്ള് മലനിര എന്തൊക്കെ എഴുതിയിട്ടും ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അവിടുത്തെ സ്ഥലം. അതിൻ്റെ ഇടയിൽ എന്തോ പോണുണ്ട് മറ്റേ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ. ഞാൻ വിചാരിച്ചു കാക്കയെന്ന്. എന്താണാവോ അത്? അമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ അമ്മയ്ക്കുന്നാണ്. ഇതാണ് ഗൈസ് കൊട്ടവഞ്ചി. അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതൊരു വഞ്ചി. ഞങ്ങളവിടുന്ന് പിന്നെ നടക്കാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ അവിടെ കയറാൻ പറ്റില്ല, നോ എൻട്രി എന്നാണ് എഴുതിയേക്കുന്നത്. കുറേ മലകളുടെ മേലെ എന്തൊക്കെ ഉണ്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ പാർക്ക്. ഞാൻ പറഞ്ഞത് നോ എൻട്രി എന്നുള്ളത്. ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴി. ഫുള്ള് പാർക്കാണ് തോന്നുന്നു. ഞങ്ങൾ വീണ്ടും ചലിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ പോണത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോണത്. പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് എന്ന്. നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. സ്ഥലം കാണുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ചാടാൻ തോന്നും. ഇനിയിപ്പോൾ പോണത് ഏതൊരു ബ്രിട്ടീഷുകാർ പണിതൊരു പാലത്തേക്കാണ്.
അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ഒരു സമയം 20 പേരാണ് കയറാൻ പാടുക. പക്ഷെ അവിടെ കുറേ പേര് കയറുന്നുണ്ട്, 30-40 പേരൊക്കെ കയറുന്നുണ്ട്. നമ്മളിനി അതിൻ്റെ ഉള്ളിലേക്കാണ് പോകണം. ഇവർ പോയിട്ട് പോവാം നമുക്ക്. നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയേ. പക്ഷെ ഇത് നല്ല ആട്ടമുള്ളൊരു പാലാണ്, പേടിയാവും കയറിയാൽ തന്നെ. പേടിച്ചിട്ടാണ് നമ്മൾ നടക്കണത്. ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഇനിയിപ്പോൾ നമ്മൾ പോണത് ഒരു പാർക്കിലേക്കാണ്. അപ്പോൾ അതിലേക്കുള്ള വഴികളാണ്. ഈ വഴികളൊക്കെ നല്ല ഭംഗിയുള്ളതാണ്. നല്ല വലിയ വലിയ മരങ്ങളാണ് ഇവിടെ. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും. ഇതൊരു ചെറിയ ചാലാണ്. ഇതാണ് കനാല് ഗൈസ്. ഇതിൻ്റെ മേലെ കയറിയിരിക്കാൻ തന്നെ ഒരു ഏണി വേണ്ടി വരും. അത്ര ഹൈറ്റുള്ളതാണ്. ഞാൻ ഇപ്പോൾ വീഴാൻ പോയതാണ്. നമ്മളിങ്ങനെ നടക്കുന്ന പാർക്കിലേക്ക്. ഞാൻ ഇപ്പോൾ കാണിച്ചതിൽ ഫുള്ളും മീനുകളാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ യാത്രയായി പാർക്കിലേക്കൊക്കെ പോയിട്ട്. ഇതാണ് പാർക്ക്. ഞങ്ങളൊക്കെ പാർക്കിലേക്ക് പോയി. രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ ഒരു ഫൗണ്ടൈൻ പോലത്തെ ഒരു സംഭവമൊക്കെ ഞങ്ങൾ കണ്ടു. അതാണ് വെള്ളമില്ല, പക്ഷേ എന്നാലും ഒരു ഇതൊക്കെ തുടങ്ങുന്നുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.